സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് ഏവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. സത്യവേദ പുസ്തകത്തിലെ ഇയ്യോബിൻ്റെ പുസ്തകം അധ്യായം 22, 21 മുതൽ 23 വരെ. നീ അവനോട് ഇണങ്ങി, അഥവാ ദൈവത്തോട് ഇണങ്ങി സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് നന്മ വരും. അവൻ്റെ അഥവാ ദൈവത്തിൻ്റെ വായിൽ നിന്ന് ഉപദേശം കൈക്കൊള്ളുക, അവിടുത്തെ വചനങ്ങളെ നിൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. സർവശക്തങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. നീതികേട് നിൻ്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ടത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ്. അല്പായുസുള്ളവരായി ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ദൈവിക നന്മ പ്രാപിക്കാം, എങ്ങനെ ഈ ഭൂമിയിൽ അഭിവൃദ്ധി പ്രാപിക്കാം, ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇവിടെ നാം കാണുക. ആദ്യമായി നന്മ വരുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ഇയ്യോബിൻ്റെ പുസ്തകം 22-21 പറയുന്നു, ദൈവത്തോട് ഇണങ്ങി സമാധാനമായിരിക്കുക. എത്രയെങ്കിലും പേർ ദൈവത്തോട് പിണങ്ങി നടക്കുന്നവരുണ്ട്. അതിനവർ പല കാരണങ്ങൾ പറയുന്നു. ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് ലഭിച്ചില്ല, ഞാൻ യാചിച്ചതും ചോദിച്ചതും പ്രാർത്ഥിച്ചതുമൊന്നും ലഭിച്ചില്ല, എനിക്കിതുവരെ ദൈവം ഒരു നന്മയും ചെയ്തിട്ടില്ല എന്നൊക്കെ അവർ പറയും. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഇതൊന്നും ദൈവത്തോട് പിണങ്ങി നടക്കുന്നതിന് കാരണമായി കാണുവാൻ സാധിക്കുകയില്ല. ദൈവം സ്വർഗത്തിലും നാം ഭൂമിയിലും അത്രേ. എന്നാൽ സർവശക്തനായ ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ഈ പ്രപഞ്ചത്തിന് അതീതനാണ് ദൈവം. ആ ദൈവം സർവജ്ഞാനിയും സർവശക്തനും സർവവ്യാപിയുമാണ്. മനുഷ്യൻ്റെ ഹൃദയ നിരൂപണങ്ങൾ, ഹൃദയവിചാരങ്ങൾ, അവൻ്റെ കാലടികളെല്ലാം ഓരോ നിമിഷവും കാണുന്ന ദൈവം. ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മെ ആശീർവദിക്കുവാൻ, നമുക്ക് നന്മ വരുവാൻ ഒന്നാമതായി നാം ചെയ്യേണ്ടത് ദൈവത്തോട് ഇണങ്ങി സമാധാനമായിരിക്കുക എന്നുള്ളതാണ്. ദൈവത്തോട് പിണങ്ങി നടന്നിട്ട് ഒരു നന്മയും, ഒരു അഭിവൃദ്ധിയും, ഒരു വളർച്ചയും, ഒരു വർധനവും മർത്യൻ പ്രാപിക്കുകയില്ല. എന്തെങ്കിലും നന്മ പ്രാപിക്കണമെങ്കിൽ ദൈവത്തോട് സമാധാനമായിരിക്കണം. ദൈവത്തോട് ഇണങ്ങി ജീവിക്കുക, സമാധാനമായിരിക്കുക എന്നാൽ അതിനർത്ഥം ദൈവഭക്തനായിരിക്കുക എന്നുള്ളതാണ്, ദൈവവിശ്വാസിയായിരിക്കുക എന്നുള്ളതാണ്. ദൈവത്തോട് ചേർന്ന് നടക്കുക, പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, ദൈവത്തെ സ്നേഹിക്കുന്നതിലൂടെ, സേവിക്കുന്നതിലൂടെ കർത്താവിൻ്റെ അഥവാ ദൈവത്തിൻ്റെ വചനങ്ങൾ, അവിടുത്തെ മാറ്റമില്ലാത്ത ശബ്ദം, അത് കേട്ട് കൈക്കൊള്ളുന്ന അനുഭവം, അതനുസരിക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കുന്ന അനുഭവം, ഇതാണ് ദൈവത്തോട് ഇണങ്ങി നടക്കുക എന്നാൽ അർത്ഥമായിരിക്കുന്നത്. രണ്ടാമതായി നാം വായിച്ചു കേട്ട വേദഭാഗത്ത് പറയുന്നത്, സർവശക്തങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. അഭിവൃദ്ധി, വളർച്ച, വർധനവ്, ഇതാരാണ് ആഗ്രഹിക്കാത്തത്? ഈ ഭൂമിയിലെ സകലജാതി ജനങ്ങളും ആത്മീകവും ഭൗതികവുമായ അഭിവൃദ്ധിയും വളർച്ചയും ഉയർച്ചയും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതിന് എളുപ്പ വഴിയായിട്ടൊന്നുമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ളതാണ്. ഈ ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നാൽ അതിന് മാനസാന്തരമെന്ന് പറയാം. ഒരു മനം തിരിവാണ്.
ദൈവത്തെ അറിഞ്ഞ് അംഗീകരിച്ച് വിശ്വസിച്ച് കൈക്കൊണ്ട് സ്വീകരിച്ച് അവിടുത്തെ ശബ്ദം തിരിച്ചറിഞ്ഞ് അനുസരിച്ച് നടക്കുന്ന അനുഭവം. അപ്രകാരം നാം ജീവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് ഒരു ഭക്തൻ അഥവാ ഒരു ശിഷ്യൻ അഥവാ ഒരു വിശ്വാസി എന്നുള്ള പേര് നമുക്ക് ലഭിക്കുന്നത്. അപ്രകാരമുള്ള ദൈവത്തിങ്കിലേക്കുള്ള ഒരു തിരിച്ചുവരവും ആ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കൈക്കൊള്ളാനുള്ള ഒരു സമർപ്പണവും ദൈവത്തോട് ഇണങ്ങി നടക്കുന്ന ആ ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെ നമ്മെ പിന്തുടരുവാനിടയാവും. ആമേൻ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെ